എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണ് ദേലമ്പാടി ഗ്രാമപഞ്ചായത്ത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ നമ്മുടെ ഒരു വിഷയം എന്ന് പറയുന്നത് ദേലമ്പാടി പഞ്ചായത്തിലേക്കുള്ള ഒരു എത്തിനോട്ടം എന്നുള്ളത് തന്നെയാണ്. അത് നമ്മൾ സംസാരിക്കുന്ന ആദ്യം തന്നെ ഞാനൊരു ഡിസ്ക്ലൈമർ പറയാം. ഏകദേശം ഒരേ ഒരു പാർട്ടി നമ്മുടെ ദേലമ്പാടി ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്ന 25 വർഷത്തോളം ഒരേ മുന്നണി തന്നെയാണ് ഭരിച്ച് മുമ്പോട്ട് പോകുന്നുള്ളത്. 20 വർഷങ്ങൾക്ക് മുൻപ് പ്രവാസ ലോകത്തേക്ക് വരുന്ന സമയത്ത് നമ്മളെങ്ങനെയായിരുന്നു നമ്മുടെ നാടുണ്ടായിരുന്നത്, ഇന്ന് വളരെ ദൂരത്തേക്ക് ഈ മുസ്ലിം ലീഗിൻ്റെയും ഒക്കെ സമുന്നതരായ നേതാക്കൾ, ഉദാഹരണത്തിന് നമ്മുടെ എവന്തൂർ കുഞ്ഞിക്കണ്ണ മണിയാടി, ഗോപാലമണിയാണ് അടക്കമുള്ള നേതാക്കന്മാർ, മർഹൂം ചാപ്പക്കൽ ഹാജി, ഖാലിദ് ഹാജി, കുഞ്ഞിപ്പ ഹാജി അടക്കമുള്ള നേതാക്കന്മാരുടെ ശ്രമഫലമായി കൊണ്ടാണ് നമുക്ക് അവിടെ ഒരു പാലം ഉണ്ടാക്കാൻ സാധിച്ചത്. അടൂരിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അത് പറയുന്നത് വലിയൊരു കോമഡി ആയിട്ടാണ് പറയുന്നെങ്കിലും അതിൽ ഉദ്ദേശിച്ച് എനിക്ക് തോന്നുന്നത് ആ വീഡിയോ ഉണ്ടാക്കി ഇൻസ്റ്റാഗ്രാം റീലായിരുന്നു. ആ വീഡിയോ ഉണ്ടാക്കിയ ആള് പറയുന്നുണ്ട് ഒരു 15-20 വർഷം പിറകിലത്തെ ഒരു പ്രാചീനമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു സംസ്കാരം കാണണമെങ്കിൽ നിങ്ങൾ സഞ്ചരിക്കേണ്ടത് അടൂരിലേക്ക് പോകണമെന്നുള്ളത്. അത് പഴമ കാത്തു സൂക്ഷിക്കുന്ന ഒരു ഗ്രാമമുണ്ട്, കാണണമെങ്കിൽ വരണം എന്നുള്ള ആ ഒരു സംഭവം. പക്ഷേ കാലത്ത് ഉണ്ടായി എന്ന് പറയപ്പെടുന്ന ഒരു 3 വികസനങ്ങൾ പറയാം. ഒന്ന് അത്തനാടി പാലം, പിന്നെ ഒന്ന് അത് കഴിഞ്ഞാൽ മലയോര ഹൈവേ, അതിലേക്കൊക്കെ നമുക്ക് വരാം. മലയോര ഹൈവേ എടപ്പറമ്പ് കോലിച്ചാല് റോഡിലേക്കുള്ള ഒരു മലയോര ഹൈവേ, അത് വലിയൊരു നവോത്ഥാനത്തിന്റെ മാറ്റം തന്നെയാണ്. അത് കഴിഞ്ഞാൽ പള്ളത്തൂർ ഒരു പാലം, രണ്ടും വന്നത് നമ്മുടെ ഇബ്രാഹിം കുഞ്ഞ് മന്ത്രിയായ സമയത്ത്, പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്ന സമയത്ത്. ഓക്കെ, അതിനുശേഷം പിന്നെ നമുക്ക് ഒരു കാണാൻ പറ്റുന്നത് പാണ്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അതിമനോഹരമായ ഒരു കെട്ടിടം വന്നിട്ടുണ്ട്. അത് നമുക്ക് ഇന്നും കാണാൻ പറ്റും. ട്രാൻസ്ഫോമർ ഉണ്ട്. ഈ ബള്ളച്ചേരി കഴിഞ്ഞ് മുകളിലേക്ക് പോകുന്ന സ്ഥലത്ത് ഒരു ട്രാൻസ്ഫോമർ റോഡിന് കുറുകെയുണ്ട്. അത് കഴിഞ്ഞ് പഴയ ചെക്ക് പോസ്റ്റ് ഉണ്ടായി. പോസ്റ്റുകളുടെ നടുവിൽ നിർത്തിയും കൊണ്ടാണ് സൈഡിലുള്ള ഒരു കോൺക്രീറ്റ് റോഡും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ ആരായാലും പോകുമ്പോൾ നമുക്കത് കാണാൻ പറ്റും. പക്ഷേ നാളിതുവരെയായിട്ടും നമ്മുടെ ജനപ്രതിനിധികളോ, അതായത് പ്രത്യേകിച്ചും ഈ വികസനം, ഈ ഒരു മലയോര ഹൈവേ എന്ന് പറയുന്നത് നമ്മുടെ പഞ്ചായത്തിൻ്റെ വികസനമാണ്. കാര്യം എന്താ വെച്ചാൽ തുടങ്ങുന്നത് എടപ്പറമ്പ് തൊട്ട് പാണ്ടി വാർഡിനെയും തൊട്ട് കാട്ടിപ്പാറ വാർഡിനെയും തൊട്ട് 3 വാർഡുകളിൽ കൂടി വളരെ വ്യക്തമായ നല്ലൊരു മാറ്റം കൊണ്ടുവരുന്ന മനോഹരമായ ഒരു പാതയാണ്. നമ്മുടെ പഞ്ചായത്ത് അധികൃതരുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ഇതിനെ ഫോളോ അപ്പ് ചെയ്ത് അതിനുശേഷം ആ KCBയിൽ ഞാൻ അന്വേഷിച്ചപ്പോൾ അന്ന് എനിക്ക് കിട്ടിയ വിവരം എന്ന് പറയുന്നത് KCBന്ന് ഇതിൻ്റെ കൊട്ടേഷൻ കിട്ടാനുള്ള കാലതാമസം ഉണ്ടായതുകൊണ്ട് ട്രാൻസ്ഫോമർ മാറ്റിയില്ല എന്നുള്ളത്. ഓക്കെ, അതൊരു ചെറിയ കാര്യമല്ലേ? അപ്പോൾ ഒരു ട്രാൻസ്ഫോമറിൻ്റെ കൊട്ടേഷനോ കാര്യങ്ങളോ പോലും സമയബന്ധിതമായിട്ട് കിട്ടാത്തതുകൊണ്ട് ഇന്നും ആ റോഡിന് കുറുകെ അതങ്ങനെ തന്നെയുണ്ട്. അതിനുശേഷം പിന്നെ INL ചേർത്ത് പിടിച്ചുകൊണ്ടാണ്, അതായത് ദേലമ്പാടി പഞ്ചായത്തിൽ ആദ്യമായിട്ട് വരുന്നത് കിട്ടുന്നത് INL ചേർത്ത് പിടിച്ചുകൊണ്ടാണ്. പിന്നീട് CPIക്ക് നല്ലൊരു ശക്തി ഉണ്ടായിരുന്നു ദേലമ്പാടി പഞ്ചായത്തിൽ. CPI ഉണ്ടായിരുന്നു, CPM ഉണ്ടായിരുന്നു. CPI മർക്കട മുഷ്ടി അല്ലെങ്കിൽ അവരുടെ മുഷ്ടി ഉപയോഗിച്ചുകൊണ്ട് അവർ ആ ഭാഗത്ത് കടുപ്പിക്കാൻ പറ്റാത്ത രീതിയിൽ കൊണ്ടുപോവുകയാണ്. അത് അന്ന് മുതൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നും അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. ഇതൊക്കെ കൂടെയുള്ള ആളുകൾ തന്നെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു ചെറിയൊരു മാറ്റം വരാൻ ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിന് സാധ്യമാകുമെന്നുള്ളതാണ് ഞാനൊക്കെ വിശ്വസിക്കുന്നുള്ളത്. അതായത് നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നതുകൊണ്ട് പലയിടത്തും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. പലരും ഈ മുന്നണിയുടെ ഭാഗമായിട്ടുണ്ടായിരുന്ന പലരും ഇന്ന് നേർക്കുനേർ മത്സര രംഗത്തുണ്ട് എന്നുള്ളതൊക്കെ. ഇവ തുറന്നു കൊടുക്കുക ഈ ഭരിക്കുന്ന കക്ഷിയുടെ ഏറ്റവും സ്വാധീനമുള്ള മേഖലയിൽ കൂടിയാണ് ഈ റോഡ് കടന്നു പോകുന്നത്. അതായത് കാട്ടിപ്പാറ പള്ളഞ്ചി ഭാഗത്തു കൂടി അവർക്ക് സ്വാധീനമുള്ള മേഖലയിൽ പോലും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പൊ ഈ പറയാൻ ശ്രമിച്ചു കഴിഞ്ഞാലും അതൊരു വൻ പരാജയം തന്നെയാണ്, വൻ ഒരു വീഴ്ച തന്നെയാണ്. ഈ ഇതിന് അതിൻ്റെതായ റീപ്ലേസ് വരുന്നുണ്ട്. പക്ഷെ അതേപോലെ നമ്മുടെ ഭരിക്കുന്ന അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ ഇതിന് മുന്നിട്ടിറങ്ങുമായിരുന്നു എങ്കിൽ ഒരുപക്ഷെ നമുക്കിതിന് പകരം ഒരു റവന്യൂ ഭൂമി എത്രയും പെട്ടെന്ന് കിട്ടുമായിരുന്നു. ആ ഒരു പണി അല്ലെങ്കിൽ അത് പരിപൂർണമായിട്ട് പൂർത്തീകരിച്ചേനെ. അവിടെ മറ്റൊരു സാധ്യത കൂടിയുള്ളത് PK, അതായത് പാണ്ടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് 2000 എനിക്ക് തോന്നുന്നു 10-ലോ 11-ലോ ആണ് ഹയർ സെക്കൻഡറി അനുവദിക്കുന്നത്. അപ്പോൾ അവിടെയുള്ളത് +2 കൊമേഴ്സിന് ഏറ്റവും നല്ല കൊമേഴ്സ് വിത്ത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഏറ്റവും നല്ല സബ്ജക്റ്റാണ് അവിടെ കിട്ടിയിട്ടുള്ളത്. പക്ഷെ അവിടെ എന്താണ്, നമ്മൾ കേരളം മൊത്തം സീറ്റില്ല എന്ന് പറഞ്ഞ് കരയുന്നുണ്ട്. അടുത്തേക്ക് എത്താൻ കുട്ടികളില്ല.
അവിടെ കുട്ടികൾ കുറവാണ്. പക്ഷെ എന്തുകൊണ്ടാണ് കുട്ടികൾ വരാത്തത്? അടിസ്ഥാന സൗകര്യം എത്തിപ്പെടാൻ പറ്റുന്നില്ല. മാത്രമല്ല അവിടത്തേക്ക് വരുന്ന ടീച്ചേഴ്സ് വരെ ട്രാൻസ്ഫർ മേടിച്ചിട്ട് പോവുകയാണ് എങ്ങനെയെങ്കിലും. ഇവിടെ ഡെവലപ്പ് ആവാൻ പോകുന്നത് ഈ പാണ്ടി എന്ന പ്രദേശവും അവിടുത്തെ ഹയർ സെക്കൻഡറി സ്കൂളും കൂടിയാണ്. അത് ഇത് മാത്രമല്ല, പാണ്ടിയുടെ കാര്യം മാത്രമല്ല, ദേലമ്പാടിയിലേക്ക് നിങ്ങൾ പോയി കഴിഞ്ഞാൽ, ദേലമ്പാടി എന്ന പ്രദേശം നിങ്ങൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇന്നും ആ പണ്ട് എങ്ങനെയുണ്ടോ അതുപോലെ തന്നെയാണ് ഇന്നും. അതിലൊന്നും ഒരു മാറ്റങ്ങൾ നമുക്ക് കാണാൻ കഴിയില്ല. അവിടെ നല്ലൊരു ഹയർ സെക്കൻഡറി സ്കൂളുണ്ട്, ആ സ്കൂളിൻ്റെ അവസ്ഥ തന്നെയാണ്. അതിനുശേഷമാണ് നമുക്ക് കുടിവെള്ളമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം. അത് ആദ്യം 24 ന്യൂസ് റിപ്പോർട്ട് ചെയ്തൊരു വിഷയം ഉണ്ടായിരുന്നു. അവിടെ രാഷ്ട്രീയ ഭേദമന്യേ, പക്ഷെ അതൊരു രാഷ്ട്രീയമായിട്ടല്ല. അവിടുത്തെ ജനങ്ങൾ എന്നോട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ഞാൻ ചോദിച്ചേട്ടാ കാര്യം. അത് ഞാൻ എൻ്റെ ഒരു സൃഷ്ടി കൊണ്ടുണ്ടാക്കിയെടുത്ത ഒരു വ്യാജ വാർത്തയൊന്നുമല്ല. കാര്യം ആദ്യമായിട്ട് കുടിവെള്ളത്തിൻ്റെ ഞാൻ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഞാനൊരു ചാനലോ കാര്യങ്ങളോ ഉള്ളതുകൊണ്ട് അവിടുത്തെ ജനങ്ങളാണ് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. മരണപ്പെട്ടു പോയ മുൻ ബ്രാഞ്ച് സെക്രട്ടറി 24 ന്യൂസിനോട് റിപ്പോർട്ടിൽ അദ്ദേഹം പറയുന്നുണ്ട്, അതായത് ചെറിയ മീറ്ററിൻ്റെ പൈപ്പ് ലൈനും മറ്റു കാര്യങ്ങൾ മാത്രം. അപ്പോൾ അത്രയ്ക്കും എന്താണ് CPM-ന്റെ ബ്രാഞ്ച് സെക്രട്ടറി അദ്ദേഹം പറയുന്ന റിപ്പോർട്ട് ഇപ്പോഴും ആ 24 ന്യൂസിൻ്റെ അതിലുണ്ട്. അപ്പോൾ രാഷ്ട്രീയ ഭേദമന്യേ, രാഷ്ട്രീയം നോക്കാതെ ജനങ്ങൾ പ്രതികരിച്ച് തുടങ്ങിയ ഒരു വികസനം വരുമ്പോൾ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും സപ്പോർട്ട് ചെയ്യും. അങ്ങനെയാണ് ആദ്യമായിട്ട് ഞാൻ ആ ഒരു സംഭവം ഞാൻ റിപ്പോർട്ട് ചെയ്യുന്നു. ഓക്കെ, അത് കഴിഞ്ഞ് ഒരു 4 ദിവസം കഴിഞ്ഞതിന് ശേഷം അത് ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ വരുന്നു, ഇലക്ട്രിസിറ്റി കണക്ഷൻ കൊടുക്കുന്നു, അതിൻ്റെ ഉദ്ഘാടനം നടക്കുന്നു, ബാക്കി കാര്യങ്ങളൊക്കെ പിന്നെ അങ്ങോട്ട് ഭയങ്കര സ്പീഡപ്പായിട്ട് നടന്നു. പക്ഷെ അതിൻ്റെ ഒരു ക്രെഡിറ്റോ കാര്യങ്ങളോ ഒന്നും നമുക്ക് വേണ്ട. പക്ഷെ നമ്മളത് റിപ്പോർട്ട് ചെയ്തു. പക്ഷെ അതിനെ എന്താക്കി, അത് ഒരു തെറ്റായിരുന്നു എന്ന് അതായത് നമ്മളില്ലേ ഒരു പോരായ്മകൾ ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ അവർ ധരിക്കുന്ന വെച്ചാൽ ഇത് ഞങ്ങളെ പാർട്ടിക്കെതിരെ ശബ്ദിക്കാണെന്നുള്ളതാണ്. ഒരിക്കലും അല്ല. കാര്യം നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടീനെ പറയുന്നു, ഒരു നാട്ടിൽ അല്ലെങ്കിൽ ഈ ബാലിനെടുക്ക എന്ന് പറയുന്ന സ്ഥലത്ത് വെറും ഏതെങ്കിലും ഒരു കക്ഷി മാത്രമാണോ, ഏതെങ്കിലും ഒരു ജാതിക്കാർ മാത്രമാണോ, ഏതെങ്കിലും മതക്കാർ മാത്രമാണോ, ഏതെങ്കിലും സംഘടനയാണോ, എല്ലാവർക്കും കൂടിയാണ് ആ വെള്ളത്തിന്റെ പ്രശ്നം അവിടെ ഉണ്ടായിരുന്നത്. അത് പരിഹരിച്ചു ഉണ്ടാക്കിയതെങ്കിൽ തീർച്ചയായിട്ടും പിന്നെ തൊട്ടടുത്ത് ഉദ്ഘാടനം ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ ഇതൊന്നും ആരും മനസ്സിലാക്കുന്നില്ല. എന്നിട്ടും സൈബറിലൂടെ ഇങ്ങനെ ആക്രമണങ്ങൾ അയച്ചുവിടുകയാണ്. അതിന്